ഭൂമി ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പെട്ടെന്ന് തന്നെ ഭൂമിയുടെ കറക്കം നിന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കൗതുകകരമായ ഒരു മറുപടിയാണ് ഇതിനുള്ളത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഭൂമി അതിന്റെ ഭ്രമണം നിർത്തിയാലോ? എന്തായിരിക്കും സംഭവിക്കുക അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതിനപ്പുറത്തുമുള്ള കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഭൂമി കിഴക്ക് ദിശയിൽ മണിക്കൂറിൽ കൃത്യം 1674 കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണും മരങ്ങളും കെട്ടിടങ്ങളും സമുദ്രത്തിലെ ജലവും എല്ലാം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ നമുക്ക് ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ വേഗത തിരിച്ചറിയാൻ സാധിക്കാത്തതാണ്. എന്നാൽ ഭൂമി പൊടുന്നനെ ഭ്രമണം അവസാനിപ്പിച്ചാൽ ആ വേഗത എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഭൂമിയുടെ ഭ്രമണം നിന്ന ഉടൻ മണിക്കൂറിൽ 1674 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ പറക്കുകയായിരിക്കും. അതായത് ഭൂമിയുടെ ഭ്രമണം നിലച്ചാൽ അക്കാര്യം ഭൂമിയിലെ ജലവും തിരിച്ചറിയുമെന്ന് കോൾഗേറ്റ് സർവകലാശാല എർത്ത് ആൻഡ് എൻവിയോൺമെന്റൽ ജിയോ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ജോസഫ് ലെവി പറയുന്നു. അതുകൊണ്ട് ഭൂമിയുടെ ഭ്രമണം നിലച്ചുപോയാൽ വൈകാതെ വെള്ളം പെട്ടെന്ന് ആർത്തുലച്ചു വന്ന് നമ്മളെ മൂടാൻ സാധ്യത ഏറെയാണത്രേ. ഇനി നമ്മൾ ഉള്ളത് ഏതെങ്കിലും കെട്ടിടത്തിലോ മരങ്ങളുടെ മുകളിലോ ആണെങ്കിലും സുരക്ഷിതമാണെന്ന് കരുതണ്ട. ഭൂമിയിലെ മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം ചിതറി തെറിച്ചു പോകും. എന്നാൽ ഈ ഒരു ആഗോള ദുരന്തത്തിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളത് അന്റാർട്ടിക്കയിലുള്ളവർക്ക് മാത്രമായിരിക്കും. ഇവിടുത്തെ ഭ്രമണ വേഗത കുറവായതിനാൽ ചെറിയ പരിക്കുകളോടെ അന്റാർട്ടിക്കയിലുള്ള മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ധ്രുവ പ്രദേശങ്ങളുടെ പരമാവധി അടുത്തുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ധ്രുവ പ്രദേശത്തു നിന്നും 7 മൈൽ വരെ അകലത്തിലുള്ളവർക്ക് നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണതുപോലെ മാത്രമേ ഭൂമി ഭ്രമണം നിർത്തിയാൽ അനുഭവപ്പെടുകയുള്ളൂ. കാലങ്ങളായുള്ള ഈ പ്രതിഭാസങ്ങൾ പൊടുന്നനെ അവസാനിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഇനി ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് ഭൂമി ഭ്രമണം നിർത്തുകയാണെങ്കിലോ അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം പറന്നു നടക്കുകയാവും നമ്മൾ. എന്നാൽ ഭൂമിയുടെ ഭ്രമണം പൂർണ്ണമായി നിലയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുന്നതോടെ കാലാവസ്ഥയും തകിടം മറിയും. പകൽ സമയം ശരാശരി 12 മണിക്കൂർ എന്നത് 6 മാസമായി മാറും. 6 മാസം പകലും 6 മാസം രാത്രിയും ആവുന്നതോടെ ഭൂമിയിലെ ഭൂരിഭാഗം ജലവും നീരാവിയായി പോകും. തുടർച്ചയായി 6 മാസം രാത്രിയാവുന്നതോടെ മരങ്ങളും ചെടികളും എല്ലാം മൺമറഞ്ഞു പോകും. വെള്ളം തണുത്തുറഞ്ഞ് മഞ്ഞുപാളികളാൽ മൂടും. ഈ സമയത്തും ധ്രുവ പ്രദേശങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ എത്തുന്നവർക്ക് പിന്നെയും കുറച്ച് അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. താരതമ്യേന മിതമായ ചൂട് ജീവൻ നിലനിർത്താൻ അനുയോജ്യമാണ്. കാലാവസ്ഥ പ്രവചിക്കാൻ പോലും സാധ്യമല്ലാതെയായി തീരും. ഭൂമിയുടെ ഭ്രമണം നിന്നു പോയാലുള്ള ആശങ്കകൾ പലതുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.